സ്വാഗതം. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമ്മുടെയൊക്കെ ഭാവിയെ രൂപപ്പെടുത്തുന്നത് ജീവിതത്തിലെ ആ വലിയ ഒന്നോ രണ്ടോ തീരുമാനങ്ങളാണോ? അതോ നമ്മൾ ഓരോ ദിവസവും അറിയുക പോലും ചെയ്യാതെ ചെയ്യുന്ന ആ ആയിരക്കണക്കിന് ചെറിയ കാര്യങ്ങളാണോ? അതെ, ആ ചെറിയ തെരഞ്ഞെടുപ്പുകൾ, നമ്മുടെ ശീലങ്ങൾ. ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു രസകരമായ വിഷയമാണ്. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഡ്യൂക്ക് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനം പറയുന്നതെന്താണെന്നാൽ നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിൽ ഏകദേശം 40%. 40%? അതെ, 40% ശരിക്കും തീരുമാനങ്ങളല്ല, മറിച്ച് ശീലങ്ങളാണ്. അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്തിന്റെ ഏതാണ്ട് പകുതിയോളം ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നതെന്നാണോ? കൃത്യമായി. രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതുവരെ എല്ലാം ഒരുതരം ഓട്ടോമേഷനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ദൗത്യം ഇതാണ്: ഈ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തെ എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം? എങ്ങനെ നമ്മുടെ ചെറിയ ശീലങ്ങളെ വലിയ വിജയങ്ങളാക്കി മാറ്റാം? ശരിയാണ്. കാരണം നമ്മളിൽ പലർക്കും എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. പക്ഷേ അത് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ പ്രശ്നം. വിടവ് നികത്തണം. അപ്പോ നമുക്ക് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത്ര ചെറിയ ശീലങ്ങൾക്ക് എങ്ങനെയാണ് ജീവിതത്തിൽ ഇത്ര വലിയൊരു സ്വാധീനം ചെലുത്താൻ കഴിയുന്നത്? അവിടെയാണ് 1% നിയമം എന്ന് പറയുന്ന ആശയം വരുന്നത്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. ദിവസവും വെറും 1% മെച്ചപ്പെട്ടാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 37 മടങ്ങ് മികച്ചൊരാളായി മാറും. അതെ, പക്ഷെ അതിന്റെ മറുവശം കൂടി നമ്മൾ ഓർക്കണം. അത് അതിലും ഭയാനകമാണ്. ദിവസവും 1% മോശമായാലോ വർഷാവസാനം നമ്മൾ ഏതാണ്ട് 0-ലെത്തും. ഇത് ശരിക്കും ഒരു കോമ്പൗണ്ട് പലിശ പോലെയാണല്ലേ? അതെ, പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ശീലങ്ങളിലും ഈ കോമ്പൗണ്ടിംഗ് നടക്കുന്നുണ്ട്. ഇതിന് വളരെ ശക്തമായ ഒരു ഉദാഹരണമുണ്ട്. ലോസ് ആഞ്ചൽസിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പറക്കുന്ന ഒരു വിമാനം സങ്കൽപ്പിക്കുക. ഓക്കെ. അതിന്റെ ദിശയിൽ ആ യാത്രക്കിടയിൽ വെറും 3.5 ഡിഗ്രിയുടെ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. വളരെ ചെറിയൊരു മാറ്റം. അതെ, പക്ഷേ ആ വിമാനം എത്തിച്ചേരുന്നത് ന്യൂയോർക്കിലായിരിക്കില്ല, മറിച്ച് വാഷിംഗ്ടൺ DC-യിലായിരിക്കും. അത് ശരിക്കും ചിന്തിപ്പിക്കുന്നതാണ്. കാരണം ആ തുടക്കത്തിലെ ചെറിയൊരു വ്യത്യാസം ലക്ഷ്യസ്ഥാനം തന്നെ മാറ്റിക്കളഞ്ഞു. അതുപോലെയാണ് നമ്മുടെ ശീലങ്ങളും. ഇന്ന് വളരെ ചെറുതെന്ന് തോന്നുന്ന ഒരു മാറ്റം കാലക്രമേണ നിങ്ങളെ തികച്ചും വ്യത്യസ്തമായ ഒരു ലക്ഷ്യസ്ഥാനത്തെത്തിക്കും. അപ്പോൾ ഈ ആശയങ്ങൾ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് നോക്കാം. ആരോഗ്യം, സമ്പത്ത്, പിന്നെ വ്യക്തിത്വ വികസനം. നല്ലൊരു വിഭജനം. ആദ്യം ആരോഗ്യത്തിൽ നിന്ന് തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വൈകി വരുന്ന ഫലങ്ങളുടെ പ്രശ്നം ഏറ്റവും കൂടുതൽ കാണുന്നത് ആരോഗ്യശീലങ്ങളിലാണ്. വളരെ ശരിയാണ്. ആരോഗ്യകാര്യത്തിൽ നമ്മൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്താണെന്നാൽ താൽക്കാലിക സന്തോഷവും ദീർഘകാല ഫലങ്ങളും തമ്മിലുള്ള ഒരു മത്സരമാണ്. ഒരു ഉദാഹരണം പറയാമോ? പഞ്ചസാര ഏറ്റവും നല്ല ഉദാഹരണമാണ്. മധുരമുള്ള എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ഉത്തേജിപ്പിക്കപ്പെടും. ആ ഒരു സന്തോഷം കിട്ടും. അതെ, കൊക്കെയ്ൻ പോലുള്ള ലഹരി വസ്തുക്കൾ പ്രവർത്തിക്കുന്നതും ഇതേ സിസ്റ്റത്തിലാണ്. അപ്പോ ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. കാലക്രമേണ അതൊരു വിശ്വസ് സൈക്കിൾ, ഒരു ദുഷിച്ച വലയമായി മാറും. അത് ശരിയാണ്. രാവിലെ തിരക്കിട്ട് പ്രഭാതഭക്ഷണം ഒഴിവാക്കുന്നത്, രാത്രി വൈകി അത്താഴം കഴിക്കുന്നത്, വെള്ളം കുടിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായി തോന്നാം. പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കും. ഇതിനെ മറികടക്കാൻ സഹായിക്കുന്ന വളരെ ലളിതമായ ശീലങ്ങൾ എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ. വളരെ ലളിതമായ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്തൊക്കെയാണ്? 1. പ്രഭാത ഭക്ഷണം ഒരു കാരണവശാലും ഒഴിവാക്കരുത്. 2. അത്താഴം നേരത്തെയാക്കുക. ഉറങ്ങുന്നതിന് കുറഞ്ഞത് ഒരു 2-3 മണിക്കൂർ മുൻപെങ്കിലും. ഓക്കെ. 3. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. 4. തുടർച്ചയായി ഇരിക്കുന്നത് ഒഴിവാക്കുക. ജോലിക്കിടയിലോ പഠനത്തിനിടയിലോ ഇടയ്ക്കെഴുന്നേറ്റ് നടക്കുക. ഇനി നമുക്ക് സമ്പത്തിലേക്ക് വരാം. ഇവിടെയും ഈ താൽക്കാലിക സന്തോഷത്തിന്റെ പ്രലോഭനം വളരെ ശക്തമാണല്ലോ, അല്ലേ? തീർച്ചയായും. പക്ഷേ സാമ്പത്തിക ദുശ്ശീലങ്ങൾക്ക് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതെന്താണ്? പലപ്പോഴും അത് വ്യക്തിപരമായ ആഗ്രഹത്തേക്കാൾ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അതെ, നമ്മുടെ വരുമാനത്തിന് മുന്നിൽ 2 വഴികളുണ്ട്. 1. മറ്റുള്ളവരെ ആകർഷിക്കാൻ വേണ്ടി വില കൂടിയ കാറുകൾ, വീടുകൾ, ഷോപ്പിംഗ്, ഇതിനൊക്കെയായി പണം ചെലവഴിക്കുക. ഇത് പലപ്പോഴും കടക്കെണിയിലേക്കാണ് നയിക്കുക. അതെ. 2ാമത്തെ വഴി
സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നിക്ഷേപിക്കുക എന്നതാണ്. അപ്പോൾ ഇതിലെ പ്രധാന തത്വം എന്താണ്? എങ്ങനെ ഈ രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കാം? ആദ്യം നിക്ഷേപിക്കുക, പിന്നീട് ചെലവഴിക്കുക. കേൾക്കാൻ എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളൊരു സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. ഇതിനുള്ള ഏറ്റവും നല്ല മാർഗം ഓട്ടോമേഷനാണ്. ഓട്ടോമേഷനോ? അതെങ്ങനെ? ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, അതായത് SIP. അങ്ങനെയൊന്ന് തുടങ്ങിയാൽ എല്ലാ മാസവും ശമ്പളം വരുമ്പോൾ ഒരു നിശ്ചിത തുക തനിയെ നിക്ഷേപത്തിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അറിയാ പോലും ചെയ്യില്ല. ഇല്ല, പണം ചെലവഴിക്കാൻ കയ്യിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ നിക്ഷേപം നടന്നു കഴിഞ്ഞു. നമ്മൾ അറിയാതെ നമ്മുടെ സമ്പത്ത് വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആരോഗ്യത്തിലും സമ്പത്തിലും നമ്മുടെ ഇച്ഛാശക്തിയെ മാത്രം ആശ്രയിക്കാതെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നതാണ് പ്രധാനം. അതെ. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം, വ്യക്തിത്വ വികസനം. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു വാചകം ഓർമ്മ വരുന്നു. ഏതാണത്? മറ്റുള്ളവരെക്കാൾ മികച്ചവനാകുന്നതിലല്ല യഥാർത്ഥ കുലീനത, നിങ്ങളുടെ പഴയ അസ്തിത്വത്തെക്കാൾ മികച്ചവനാകുന്നതിലാണ്. വളരെ ശരിയാണ്. ഇത് പൂർണ്ണമായും നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ്. ഇതിന് സഹായിക്കുന്ന വളരെ ശക്തമായ 2 ശീലങ്ങളുണ്ട്. കേൾക്കട്ടെ. ഒന്ന്, ഡെയിലി റിവ്യൂ. അതായത് അന്നന്ന് പഠിച്ച കാര്യങ്ങൾ അന്ന് തന്നെ ഒന്നുകൂടി നോക്കുന്നത്. 2, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലോ? അതെ, ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾ നന്ദിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം എഴുതുക. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. പക്ഷേ പലർക്കും ഒരു കാര്യം തുടങ്ങാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. വ്യായാമം ചെയ്യണമെന്നോ പുസ്തകം വായിക്കണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടാകും, പക്ഷെ ആ തുടക്കം കിട്ടില്ല. അവർക്ക് ജെയിംസ് ക്ലിയറിന്റെ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലെ 2 മിനിറ്റ് നിയമം പരീക്ഷിക്കാം. 2 മിനിറ്റ് നിയമം അതെന്താണ്? ഏത് പുതിയ ശീലവും 2 മിനിറ്റോ അതിൽ കുറവോ സമയമെടുത്ത് ചെയ്യാവുന്ന ഒന്നാക്കി മാറ്റുക. ഉദാഹരണത്തിന്, പുസ്തകം വായിക്കാനാണോ ആഗ്രഹം? നിങ്ങളുടെ പുതിയ ശീലം ഞാൻ ഒരു പേജ് വായിക്കും എന്ന് മാത്രമായിരിക്കും. അത്രയുള്ളൂ. അതെ. വ്യായാമം ചെയ്യാനാണോ? ഞാൻ എന്റെ സ്പോർട്സ് ഷൂസ് ഇടും എന്നു മാത്രം തീരുമാനിക്കുക. തുടങ്ങാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ അതിനെ മാറ്റുക. അതാണ് ലക്ഷ്യം. ഇത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായി തോന്നാം. ഷൂസ് ഇട്ടതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. ഒരു ശീലം തുടങ്ങുമ്പോൾ പ്രധാനം അതിന്റെ ദൈർഘ്യമല്ല, മറിച്ച് അത് മുടങ്ങാതെ ചെയ്യുന്നുണ്ടോ എന്നതാണ്. 2 മിനിറ്റ് നിയമത്തിന്റെ ലക്ഷ്യം തുടങ്ങുക എന്ന കലയിൽ വൈദഗ്ധ്യം നേടുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും കൃത്യമായി ഷൂസ് ഇടുന്ന ഒരാൾ വൈകാതെ നടക്കാൻ തുടങ്ങും. തീർച്ചയായും. എല്ലാ ദിവസവും ഒരു പേജ് വായിക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു അധ്യായം തന്നെ വായിച്ചേക്കാം. ഏറ്റവും പ്രധാനമായി ഞാനൊരു വായനക്കാരനാണ് എന്ന പുതിയൊരു വിശ്വാസം അവരിലുണ്ടാകുന്നു. ആ തുടക്കമാണ് പ്രധാനം. അതെ, ആ തുടക്കം. അപ്പോൾ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ചെറിയ ശീലങ്ങളാണ് നമ്മുടെ ജീവിതമെന്ന ശില്പത്തെ നിശബ്ദമായി രൂപപ്പെടുത്തുന്നത്. നമ്മൾ തന്നെയാണ് ആ ശില്പികൾ. നിങ്ങളുടെ ശില്പം നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്യുക. ഈ ഒരു ഓർമ്മപ്പെടുത്തലോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഒരു നിമിഷം പോകുന്നതിനു മുൻപ് കേൾക്കുന്നവർക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. തീർച്ചയായും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ആശയങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണിത്. ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു ഒറ്റ ദുശ്ശീലമാണ് ഇന്ന് നിങ്ങൾ ഒഴിവാക്കിയാൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ നല്ല മാറ്റങ്ങളുടെ ഒരു ശൃംഖല തന്നെ കൊണ്ടുവരാൻ സാധ്യതയുള്ളത്? ആ ഒരൊറ്റ ശീലത്തെ തിരിച്ചറിയുക. അതിനെ മാറ്റിസ്ഥാപിക്കാൻ ഒരു 2 മിനിറ്റ് ശീലം ഇന്ന് തന്നെ തുടങ്ങുക. നന്ദി.